കൊല്ലം സുധിയുടെ ഭാര്യ രേണുസുധി ഇന്ന് ഇൻഡസ്ട്രിയിൽ സജീവമാണ്. അഭിനയവും പാട്ടും ഡാൻസും ഒക്കെ നേരത്തെ തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. ചേട്ടനുണ്ടായിരുന്നപ്പോൾ അവസരങ്ങൾ വന്നുവെങ്കിലും അതൊന്നും വേണ്ടെന്നുള്ള നിലപാടിലായിരുന്നു. ഇന്ന് എനിക്ക് ജീവിക്കണം, എൻ്റെ കുടുംബത്തെ നോക്കണം, അറിയാവുന്നൊരു ജോലി ഇത് മാത്രമേ ഉള്ളൂ. അഭിനയത്തിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. സംവിധായകർ പറയുന്നത് പോലെ ചെയ്യാറുണ്ട്. ആൽബങ്ങളിലാണ് കൂടുതലും അവസരങ്ങൾ വരുന്നത്. അതുപോലെ ഉദ്ഘാടനങ്ങൾക്കും വിളിക്കാറുണ്ട്. ഇതിനകം നിരവധി തവണ യുഎസിലേക്ക് പോയിട്ടുമുണ്ടെന്ന് പറയുന്നു രേണു. ആഗ്രഹിച്ച പോലൊരു യുകെ ട്രിപ്പ് ഇനി വരാനുണ്ടെന്നും നേരത്തെ അവർ പറഞ്ഞിരുന്നു. പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ രൂക്ഷമായ വിമർശനം ഉയരുന്നുണ്ട് രേണുവിന്. എൻ്റെ ജോലിയും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഞാൻ. ആരെയും ഉപദ്രവിക്കാനോ മറ്റുള്ളവരെ കാര്യങ്ങൾ തലയിടാനോ ഒന്നിനും പോകുന്നില്ല. എന്നാലും എന്തിനൊക്കെയോ പഴികളാണ് കേൾക്കേണ്ടി വരുന്നത്. ക്യാമറയ്ക്ക് മുന്നിലാണ് ഉമ്മ വെച്ച് അഭിനയിക്കുന്നത്. അത് ഷൂട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് പേരുടെ മുന്നിൽ വെച്ചാണ് അത്തരം രംഗങ്ങൾ ചെയ്യുന്നതും അവർ തുറന്നു പറഞ്ഞിരുന്നു. സെലിബ്രിറ്റികളെല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. എന്നാൽ എല്ലാത്തിനും പഴി കേൾക്കേണ്ടി വരുന്നുണ്ട്. സിനിമയിലെ ചുമ്മന രംഗങ്ങൾ കാണുമ്പോഴേക്കും ഇത്രയധികം വിമർശനങ്ങൾ വരാറില്ലെന്നും രേണു പ്രതികരിക്കുന്നു. അടുത്തിടെയായിരുന്നു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന് പേര് മാറ്റിയത്. നേരത്തെ രേണു സുധി എന്നായിരുന്നു പേര് കൊടുത്തിരുന്നത്. സുധിയുടെ ഫോട്ടോ ആയിരുന്നു പ്രൊഫൈൽ. പേര് മാറ്റിയപ്പോഴാണ് തൻ്റെ ഫോട്ടോ DP ആക്കിയത്. വിവാഹത്തിന് മുന്നോടിയായിട്ടാണോ ഈ മാറ്റം എന്നായിരുന്നു ചോദ്യങ്ങൾ. ഇനിയൊരു വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല. ജീവിതത്തിൽ ഒറ്റപ്പെടൽ അവന് അനുഭവിച്ചിട്ടുണ്ട്. നല്ലൊരു കൂട്ടുണ്ടാവണമെങ്കിൽ എന്ന് തോന്നിയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തന്നെയും മോനെയും കുടുംബത്തെയും നോക്കുന്ന ഒരാൾ വന്നാൽ വിവാഹങ്ങൾ നടക്കും. മുസ്ലിം യുവാവുമായി രേണു പ്രണയത്തിലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇടയ്ക്ക് പ്രചരിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയായിരുന്നു എന്ന് രേണു അന്ന് പ്രതികരിച്ചത്. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉപയോഗിച്ചപ്പോഴും വിവാദങ്ങളായിരുന്നു. സെലിബ്രിറ്റികളൊക്കെ ചെയ്യുന്ന കാര്യമേ ഞാനും ചെയ്തിട്ടുള്ളൂ, എന്നാലും കുറ്റം ആണ്. തുടക്കത്തിൽ 45 രൂപയാണെങ്കിലും പിന്നീട് അത് വർദ്ധിക്കുകയായിരുന്നു. എക്സ്ക്ലൂസീവ് ഇടുന്ന കണ്ടന്റുകൾ വരെ സ്ക്രീൻഷോട്ടിലൂടെ പ്രചരിക്കുന്നുണ്ടെന്ന് ചിലർ. എന്തിനാണ് എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്ന് രേണു ഇതേക്കുറിച്ച് പറഞ്ഞു.